അനിരുദ്ധൻ. അസുരരാജാവായിരുന്നു ബാണൻ. 1000 കൈകളുള്ള ബാണൻ ശിവഭക്തനായിരുന്നു. ഒരിക്കൽ ബാണന്റെ സംഗീതത്തിനൊത്ത് പരമശിവൻ താണ്ഡവമാടി. സന്തോഷവാനായ പരമശിവൻ ബാണനൊരു വരം നൽകി. എനിക്കു നൽകിയ ഈ ആനന്ദത്തിനു പകരമായി എപ്പോഴും ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. പിന്നീട് ഒരു ദിവസം ബാണൻ ശിവനെ സമീപിച്ചു. ഈ 1000 കൈകൾ എനിക്ക് ഒരു ഭാരമായി തോന്നുന്നു. ഇതില്ലെങ്കിൽ പോലും അങ്ങൊഴിച്ച് ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ബാണന്റെ അഹന്ത കണ്ട് ശിവൻ ശപിച്ചു. അഹങ്കാരി, ഭാവിയിൽ എനിക്കു സമനായ ഒരാൾ നിന്നെ തോൽപ്പിക്കും. ബാണൻ കുലുങ്ങിയില്ല. ശാപം സ്വീകരിച്ച് ബാണൻ എതിരാളി എത്തുന്നതും കാത്തിരിപ്പായി. ബാണപുത്രിയായിരുന്നു സുന്ദരിയായ ഉഷ. ഒരു ദിവസം ഉഷ പൂന്തോട്ടത്തിൽ പൂക്കൾ പറിക്കുമ്പോൾ, തോഴിമാരെ, നല്ല വെയിലുണ്ട്. ശരിയാണ്, നമുക്കല്പം വിശ്രമിക്കാം. അവർ പൂക്കൂടകൾ അരികത്തുവെച്ച് മരത്തണലിൽ വിശ്രമിച്ചു. ഉറക്കത്തിൽ ഉഷ ഒരു സ്വപ്നം കണ്ടു. ഏയ്! ഉഷ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. നിൽക്കൂ! തോഴിമാർ ആദ്യം ഒന്നമ്പരന്നു. പിന്നെ അവളെ കളിയാക്കി. ഹഹ, നീ ആരെയാണ് തിരക്കുന്നത്? പറയൂ, ആരാണാവോ നിന്റെ ഹൃദയം കവർന്ന ആ ഭാഗ്യവാൻ? അപ്പോൾ ഉഷയുടെ ഉറ്റ തോഴിയും ബാണന്റെ മന്ത്രിയുടെ പുത്രിയുമായ ചിത്രലേഖ ഉഷയുടെ രക്ഷയ്ക്കെത്തി. മതി മതി, ഇനി എല്ലാവരും സ്ഥലം വിട്ടോളൂ. മറ്റുള്ളവർ പോയി കഴിഞ്ഞപ്പോൾ, കുമാരി, ആരെയാണ് തിരഞ്ഞത്? പറയൂ. ഞാനൊരു രാജകുമാരനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം എങ്ങോ മറഞ്ഞു. ഓഹോ, ആരാണത്? അറിയില്ല ചിത്രലേഖയെ. ചിത്രലേഖ ഉഷയെ സമാധാനിപ്പിച്ചു. കുമാരി, വിഷമിക്കാതിരിക്കൂ. അങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുമാരിക്കരികിൽ എത്തിച്ചിരിക്കും. പക്ഷേ എങ്ങനെ കണ്ടെത്തും? ചിത്രലേഖ ഒരു വഴി കണ്ടെത്തി. ആദ്യം ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് കുമാരി അദ്ദേഹത്തെ തിരിച്ചറിയണം. ചിത്രലേഖ ആദ്യം ദേവന്മാരുടെ ചിത്രം വരച്ചു. അദ്ദേഹം ഇതിലാരെങ്കിലുമാണോ? അല്ല. ഗന്ധർവന്മാരെയും? ഇവരിലോ? ഇല്ല. യക്ഷന്മാരുടെയും ചിത്രം വരച്ചു. ഇക്കൂട്ടത്തിലുണ്ടോ? ഇല്ല. പിന്നെ വരച്ചത് ശ്രീകൃഷ്ണന്റെയും പുത്രൻ പ്രദ്യുമ്നനെയുമാണ്. ഇദ്ദേഹമാണോ? അല്ല. പക്ഷേ തന്റെ സ്വപ്നത്തിലെ രാജകുമാരനുമായി ആ ചിത്രങ്ങൾക്കുള്ള സാമ്യം ഉഷയെ ചിന്താക്കുഴപ്പത്തിലാക്കി. ഒടുവിൽ ചിത്രലേഖ പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധന്റെ പടം വരച്ചു. പെട്ടെന്ന് ഉഷയുടെ മുഖം ചുവന്നു. ഇതാണ്. അങ്ങനെ വരട്ടെ. ആള് സുന്ദരൻ തന്നെ. താമസിയാതെ അദ്ദേഹം കുമാരിയുടെ അടുത്തെത്തും. അന്നു രാത്രിയിൽ മന്ത്രശക്തിയാൽ ചിത്രലേഖ പറന്ന് ദ്വാരകയിലുള്ള അനിരുദ്ധന്റെ കൊട്ടാരത്തിലെത്തി. എല്ലാവരും ഉറക്കമാണ്. അനിരുദ്ധൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉണരും മുമ്പ് രാജകുമാരനെ അവിടെ എത്തിക്കണം. അങ്ങനെ ചിത്രലേഖ വീണ്ടും തന്റെ മന്ത്രശക്തി പ്രയോഗിച്ച് അനിരുദ്ധനുമായി ബാണാസുരന്റെ രാജ്യത്തേക്ക് പറന്നു. വൈകാതെ അവൾ ഉഷയുടെ അടുത്ത് മടങ്ങിയെത്തി. ഇതാ കുമാരി സ്വപ്നം കണ്ട രാജകുമാരൻ. ഉഷ ആഹ്ലാദം കൊണ്ട് മതിമറന്നു. ചിത്രലേഖയെ, ഇതിന് ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും. ചിത്രലേഖ പോയതിനു ശേഷം, ഞാൻ എവിടെയാണ്? നീ ആരാണ്? ബാണപുത്രിയായ ഉഷയാണു ഞാൻ. അങ്ങയെ ഇവിടെ എത്തിച്ചതാണ്. ക്ഷമിക്കണേ, അങ്ങയെ ഇവിടെ കൊണ്ടുവന്നത് അതീവ രഹസ്യമായിട്ടാണ്. ഇഷ്ടമില്ലെങ്കിൽ ഉടൻ ഇവിടം വിടാൻ അങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സുന്ദരിയായ ഉഷയിൽ നിന്ന് കണ്ണെടുക്കാൻ അനിരുദ്ധന് കഴിഞ്ഞില്ല. നിന്നെ പിരിയുന്നതിനെക്കുറിച്ച് എനിക്ക് സ്വപ്നം കാണാൻ പോലും ആവില്ല. അനിരുദ്ധൻ അവളെ വിവാഹം കഴിച്ചു. ഉഷ അനിരുദ്ധനെ നൃത്തവും സംഗീതവും കൊണ്ട് ആനന്ദിപ്പിച്ചു. രുചികരമായ ഭക്ഷണപാനീയങ്ങളും മധുരമായ വാക്കുകളും കൊണ്ട് സന്തോഷിപ്പിച്ചു.
കുമാര, ഇതെല്ലാം ഒരു സ്വപ്നമാണോ? ആണെങ്കിൽ ഇത് അവസാനിക്കരുതേ. ദിവസങ്ങൾ കടന്നുപോയത് അനിരുദ്ധൻ അറിഞ്ഞില്ല. ഞാൻ തന്നെ വീണ്ടും ജയിച്ചു. ബുദ്ധിയും സൗന്ദര്യവും ഒന്നുപോലെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സന്തോഷം അധികം നീണ്ടുനിന്നില്ല. ഒരു ദിവസം, നമ്മുടെ കുമാരി ഈയിടെയായി പുറത്തിറങ്ങാറേയില്ലല്ലോ. ഒരുപക്ഷെ കുമാരിക്ക് സുഖമില്ലായിരിക്കും. അതല്ല എൻ്റെ സംശയം. കാര്യം എന്താണെന്ന് നമുക്ക് നേരിട്ടു നോക്കി മനസ്സിലാക്കാം. കാവൽക്കാർ രഹസ്യമായി കുമാരിയെ നിരീക്ഷിച്ചു. അവർ നേരെ ബാണന്റെ മുന്നിലെത്തി. പ്രഭോ, പറയുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. കുമാരിയുടെ കൂടെ വേഗം പറഞ്ഞു തുലയ്ക്ക്. കുമാരി രഹസ്യമായി യാദവ രാജകുമാരനായ അനിരുദ്ധനെ വിവാഹം ചെയ്തിരിക്കുന്നു. എന്ത്? പ്രഭോ, കൊട്ടാരം വിട്ടിറങ്ങാത്ത അവിടത്തെ പുത്രിക്ക് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്? നിർത്ത്. ഇത് സത്യമോ എന്ന് നേരിട്ട് കാണണം. ബാണൻ കൊടുങ്കാറ്റുപോലെ കുതിച്ചു അന്തഃപുരത്തിലേക്കു കയറി. എടാ, അവന്റെ കഥ കഴിക്ക്. പക്ഷേ അനിരുദ്ധൻ മിന്നൽ വേഗത്തിൽ ഭടന്മാരിൽ ഒരുവന്റെ ഗദ പിടിച്ചു വാങ്ങി. ഠാം! ഞൊടിയിട കൊണ്ട് അനിരുദ്ധൻ തനിക്കു നേരെ പാഞ്ഞെത്തിയവരുടെ കഥ കഴിച്ചു. ഠാക്! ബാണൻ കോപം കൊണ്ട് വിറച്ചു. എടാ, കടന്നു പോകൂ. എനിക്കു നിന്റെ മുഖം കാണണ്ട. ബാണൻ തൻ്റെ കൈകൾ കൊണ്ട് അനിരുദ്ധനെ പിടിച്ചു നിർത്തി. സർപ്പങ്ങൾ കയറാക്കി അടിമുടി വരിഞ്ഞുകെട്ടി. ചിത്രലേഖ ഉഷയുടെ അടുത്തേക്ക് പാഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, പക്ഷേ കുമാരിയുടെ അച്ഛൻ അദ്ദേഹത്തെ ജീവനുള്ള സർപ്പങ്ങളെ കൊണ്ട് അടിമുടി ബന്ധിച്ചിരിക്കുകയാണ്. ഹാ, കഷ്ടം. അദ്ദേഹം ഇവിടെ എത്താൻ ഞാൻ എന്തിന് കാരണക്കാരിയായി? അതേസമയം അനിരുദ്ധനെ കാണാതെ ദ്വാരകയാകെ പരിഭ്രമത്തിലായിരുന്നു. മാസം 4 കഴിഞ്ഞിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നുമില്ലല്ലോ. കുമാരന് എന്തുപറ്റി? ശ്രീകൃഷ്ണൻ നാരദമുനിക്ക് ആളയച്ചിട്ടുണ്ട്. ഉവ്വോ, അനിരുദ്ധൻ എവിടെയുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കും. നാരദൻ ശ്രീകൃഷ്ണനെ കാണാനെത്തിയത് ഒരു വാർത്തയും കൊണ്ടായിരുന്നു. അനിരുദ്ധൻ ബാണാസുരന്റെ രാജധാനിയിലുണ്ട്. ബാണൻ അനിരുദ്ധനെ സർപ്പങ്ങളെ കൊണ്ട് കെട്ടി തടവിലിട്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ മന്ത്രിമാരെയും സൈനികരെയും വിളിച്ചുകൂട്ടി. ഉടൻ നിങ്ങളുടെ കുതിരകളും തേരുകളും ആയുധങ്ങളും തയ്യാറാക്കി യുദ്ധത്തിനൊരുങ്ങിക്കോളൂ. കൃഷ്ണന്റെയും പ്രദ്യുമ്നന്റെയും സാത്വികിയുടെയും നേതൃത്വത്തിൽ 100 കണക്കിന് സേനാനികൾ ബാണാസുരന്റെ രാജ്യത്തേക്കു നീങ്ങി. അവിടെ എത്തിയപ്പോൾ ആക്രമിക്കൂ! ശ്രീകൃഷ്ണൻ പെരുമഴ പോലെ അസ്ത്രമയച്ചു. ബാണനു കോപം സഹിക്കാനായില്ല. അയാൾ എണ്ണത്തിൽ തുല്യം നിൽക്കുന്ന തന്റെ സൈന്യവുമായി യുദ്ധത്തിനൊരുങ്ങി. തിരിച്ചടിക്കൂ! അപ്പോഴതാ ബാണന് എന്നും സംരക്ഷണം നൽകാമെന്ന വാഗ്ദാനം നിറവേറ്റാനായി പരമശിവൻ പുത്രനായ സുബ്രഹ്മണ്യനുമായി ബാണന്റെ സഹായത്തിനെത്തി. ശ്രീകൃഷ്ണൻ ശിവനെയും പ്രദ്യുമ്നൻ സുബ്രഹ്മണ്യനെയും സാത്വികി ബാണനെയും എതിരിട്ടു. ദേവലോകത്തു നിന്നും മുനിമാരും ഗന്ധർവന്മാരും അപ്സരസുകളും യക്ഷന്മാരുമെല്ലാം ബ്രഹ്മാവിനോടൊപ്പം ആ മഹായുദ്ധം കാണാനെത്തി. കൂട്ടത്തിൽ ശ്രീകൃഷ്ണനായിരുന്നു മികച്ച പോരാളി. തന്റെ ഭൂതഗണങ്ങളെ കൃഷ്ണൻ നിഷ്പ്രഭരാക്കുന്നതു കണ്ട് പരമശിവൻ അമ്പരന്നുപോയി. പ്രദ്യുമ്നൻ നിഷ്പ്രയാസം സുബ്രഹ്മണ്യനെ കീഴടക്കി. ബാണന് കോപത്താൽ കണ്ണു കാണാതായി. സാത്വികിയെ വിട്ട് ബാണൻ ശ്രീകൃഷ്ണനു നേർക്കു പാഞ്ഞു. ശിവശാപം ഫലിക്കുകയാണെന്നു തോന്നുന്നു. തന്റെ 1000 കരങ്ങൾ കൊണ്ട് 500 വില്ലെടുത്ത് ബാണൻ ഓരോന്നിലും 2 അമ്പു വീതം കുലച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ സുദർശന ചക്രമെറിഞ്ഞ് ബാണന്റെ 996 കൈകളും അരിഞ്ഞു വീഴ്ത്തി. ശ്രീകൃഷ്ണൻ ശംഖെടുത്ത് വിജയഭേരി മുഴക്കി. ബാണാസുരൻ നഗരവാതിൽക്കലേക്ക് പിന്തിരിഞ്ഞോടി. എത്രയും വേഗം രക്ഷപ്പെടാം. ശ്രീകൃഷ്ണൻ ബാണനെ പിന്തുടരാൻ ഒരുങ്ങിയപ്പോൾ, നിൽക്കൂ!
കൃഷ്ണ, ബാണൻ എൻ്റെ ഭക്തനാണ്. എൻ്റെ സംരക്ഷണം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ അയാൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങ് അയാളെ വിട്ടയക്കണം. കൃഷ്ണൻ പുഞ്ചിരിച്ചു. ബാണന്റെ അഹന്ത കുറയ്ക്കാനാണ് ഞാൻ അയാളുടെ 4 കരങ്ങളൊഴിച്ച് ബാക്കി ഛേദിച്ചു കളഞ്ഞത്. ഭൂമിക്ക് ഭാരം കുറയാനായി അയാളുടെ സൈന്യത്തെയും എനിക്ക് നശിപ്പിക്കേണ്ടി വന്നു. ബാണന് 4 കൈകൾ ധാരാളമാണ്. പോരെങ്കിൽ അമരത്വവും നിത്യയൗവനവും ഞാൻ അയാൾക്ക് സമ്മാനിക്കുന്നു. ബാണന് ആരെയും ഇനി ഭയക്കാനില്ല. ബാണനെ ഇവിടെ കൊണ്ടുവരൂ. കൃഷ്ണൻ നിനക്ക് മാപ്പു തരിക മാത്രമല്ല, അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. അനിരുദ്ധനെയും ഉഷയെയും ഉടൻ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിക്കൂ. ബാണൻ വേഗം ചെന്ന് ഉഷയെയും അനിരുദ്ധനെയും കൂട്ടിവന്നു. ഇതാ അവർ ദ്വാരക മുഴുവൻ അനിരുദ്ധൻ മടങ്ങിയെത്തുന്നതും കാത്ത് കഴിയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടൻ തന്നെ യാത്ര തിരിച്ചേ തീരൂ. അങ്ങനെ വിജയശ്രീലാളിതനായ കൃഷ്ണൻ ഉഷയെയും അനിരുദ്ധനെയും മുന്നിൽ നിർത്തി പ്രദ്യുമ്നനും സാത്വികിയും കൂട്ടരുമായി ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി.